everyone, Lakshmi here. Welcome back to yet another episode of Pennazhukku. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന വളരെ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരാൻ പോകുന്ന ഒരു മേക്കപ്പ് കിറ്റ്, ഒരു ബിഗിനറിൻ്റെ ഒരു ബേസിക് മേക്കപ്പ് കിറ്റിൽ വേണ്ട 10 മെയിൻ ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ള ഇൻഫർമേഷൻ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഫസ്റ്റ് വരേണ്ട സാധനം നമുക്ക് ഫൗണ്ടേഷൻ, നമുക്ക് ചേരുന്ന കളറിലുള്ള ഫൗണ്ടേഷൻ. എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് ഒരു ഫൗണ്ടേഷൻ മതി, നമുക്ക് ഒരുപാട് ഫൗണ്ടേഷൻസിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ചേരുന്ന ഒരേ ഒരു ഫൗണ്ടേഷൻ, നിങ്ങളുടെ സ്കിൻ ടോണിന് മാച്ച് ചെയ്യുന്ന ഏത് ഫൗണ്ടേഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് മാച്ച് ചെയ്തിരിക്കണം. അതുപോലെ ഇടുമ്പോൾ ഫൗണ്ടേഷൻ നാച്ചുറൽ ആയിരിക്കണം. ഒരുപാട് ഹെവി ആയിട്ടോ കേക്കി ആയിട്ട് ആഷി ആയിട്ടൊന്നും തോന്നരുത്. നിങ്ങളുടെ സ്കിൻ ടോണിന് മാച്ച് ചെയ്ത ഒരു ഫൗണ്ടേഷൻ എപ്പോഴും നിങ്ങളുടെ കിറ്റിലുണ്ടാവണം. അതാണ് ഫസ്റ്റ് ഐറ്റം. ഓക്കെ, സെക്കൻഡ് ഐറ്റം നിങ്ങൾക്ക് വരുന്നത് കൺസീലേഴ്സ്. നിങ്ങൾക്ക് കൺസീലേഴ്സ് പല ടൈപ്പുള്ള കൺസീലേഴ്സ് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. ഒരുപാട് കൺസീലേഴ്സ് മാർക്കറ്റിൽ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺസീലർ യൂസ് ചെയ്യാം. ഇതുപോലെ ലിക്വിഡ് കൺസീലർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ സ്കിന്നിന് ചേരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണിൻ്റെ അടിയിലൊക്കെ നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് ക്യാമഫ്ലാജ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലെമിഷസ് ഉണ്ടെങ്കിൽ അവിടെയും ക്യാമഫ്ലാജ് ചെയ്യാൻ ഒരു കൺസീലർ ഉണ്ടെങ്കിൽ സഹായിക്കും. അതുകൊണ്ട് എപ്പോഴും ഒരാളുടെ കയ്യിൽ കൺസീലേഴ്സ് എപ്പോഴും ഒരെണ്ണം, സെക്കൻഡ് ഐറ്റം എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരുപാടുണ്ട് മാർക്കറ്റിൽ, ഇതുപോലെ ലിക്വിഡ് കൺസീലേഴ്സ് ഒക്കെ ഒരുപാടുണ്ട് മാർക്കറ്റിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മേടിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ദി സെക്കൻഡ് ഐറ്റം. ഇനി തേർഡ് ഐറ്റം എന്ന് പറഞ്ഞാൽ പൗഡർ. എപ്പോഴും നമ്മൾ കൺസീലർ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പൗഡറിൻ്റെ കൂടെ സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ലൂസ് പൗഡേഴ്സ്, ഇതുപോലത്തെ ലൂസ് പൗഡേഴ്സ് മേടിക്കാൻ കിട്ടും യെല്ലോ കളറിൽ. അല്ലെങ്കിൽ ഇതുപോലെ കോമ്പാക്ട് പൗഡേഴ്സ് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. കോമ്പാക്ട് പൗഡേഴ്സ് ഇതുപോലെ ഇങ്ങനെ കോമ്പാക്റ്റ് ആയിട്ട് കിട്ടും. ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, എന്താ പറയുക, ഒരു കളർ എലിമെൻ്റ് ഇല്ലാത്തതായിരിക്കണം, അല്ലെങ്കിൽ യെല്ലോ ബേസ്ഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ സ്കിന്നിന് അത് ചേരുള്ളൂ. എപ്പോഴും കൺസീലർ ഇടുന്നുണ്ടെങ്കിൽ അത് പൗഡറിൻ്റെ കൂടെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഫൗണ്ടേഷൻ, സെക്കൻഡ് കൺസീലർ, തേർഡ് പൗഡർ. ഇനി ഫോർത്ത് വൺ ഐലൈനർ. നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ തന്നെ കണ്ണ് എഴുതിയില്ലെങ്കിൽ നമുക്കൊരു എംപ്റ്റി ഫീലിംഗ് ആണ്. എല്ലാവരുടെയും കയ്യിലൊരു നല്ലൊരു കാജൽ പെൻസിലെങ്കിലും ഉണ്ടായിരിക്കണം. ഈ കാജൽ പെൻസിൽ ഒരുപാട് എക്സ്പെൻസീവ് അല്ല, ഒരുപാട് നല്ല ബ്രാൻഡ്സിൻ്റെ വളരെ അഫോർഡബിൾ റേറ്റിൽ കിട്ടും മാർക്കറ്റിൽ. വാട്ടർ പ്രൂഫ് ആണെങ്കിൽ നല്ലതാണ്, കാരണം നിങ്ങൾക്ക് ചൂട്ടത്തൊക്കെ പുറത്തും അത് ലോങ് ലാസ്റ്റ് ചെയ്യും. കാജലാണെങ്കിൽ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് മേളിൽ വേണമെങ്കിലും എഴുതാം, താഴെ വേണമെങ്കിലും എഴുതാം. പിന്നെ നമുക്ക് കിട്ടുന്നൊരു സാധനം ജെൽ ലൈനേഴ്സ് ആണ്. ജെൽ ലൈനേഴ്സ് ഇഷ്ടമുള്ളവർക്ക് ജെൽ ലൈനർ യൂസ് ചെയ്യാം. ലിക്വിഡ് ലൈനേഴ്സ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ലിക്വിഡ് ഐലൈനേഴ്സ് യൂസ് ചെയ്യാം. പക്ഷേ എപ്പോഴും ഒരു ഐലൈനർ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കണ്ണ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, മേളിൽ എഴുതുകയാണെങ്കിൽ മേളിൽ മാത്രം എഴുതുക, താഴെ മാത്രം ഒരിക്കലും എഴുതരുത്. താഴെ മാത്രം എഴുതി കഴിഞ്ഞാൽ കണ്ണ് ചെറുതായ പോലെ തോന്നും. ഒന്നെങ്കിൽ മേളിൽ മാത്രം എഴുതുക, അല്ലെങ്കിൽ രണ്ടിടത്തും എഴുതുക. ഓക്കെ, നൗ അടുത്ത ഐറ്റം ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഐബ്രോ കിറ്റ്. ഐബ്രോസിന് വേണ്ടി ഒരുപാട് പ്രോഡക്ട്സ് മാർക്കറ്റിൽ കിട്ടും. നിങ്ങൾക്ക് ഇതുപോലെ ഐബ്രോ കിറ്റ് മേടിച്ച് കഴിഞ്ഞാൽ ക്രീമും പൗഡറുള്ള കിറ്റ് കിട്ടും, അല്ലെങ്കിൽ പൗഡർ മാത്രമുള്ളത് കിട്ടും. ബ്രോ പെൻസിൽസ് മേടിക്കാൻ കിട്ടും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നെങ്കിൽ ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ഡാർക്ക് ഗ്രേ ആയിരിക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞത് ഒന്നുകൂടി റീക്യാപ്പ് ചെയ്യാം. ഫസ്റ്റ് ഫൗണ്ടേഷൻ, സെക്കൻഡ് കൺസീലർ, തേർഡ് പൗഡർ, ഫോർത്ത് ഐലൈനർ ആൻഡ് ഫിഫ്ത്ത് ഐബ്രോസ്. ആ സെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ വേണ്ടത് സിക്സ്ത് ഐറ്റം, നമുക്ക് വേണ്ടത് ഒരു ഐ ഷാഡോ പാലറ്റ്. ബേസിക് ആയിട്ടുള്ള ഒരു ഐ ഷാഡോ പാലറ്റ് മാത്രം മതി. ന്യൂട്രൽ ടോൺസ് ആണെങ്കിൽ നമ്മുടെ സ്കിൻ ടോൺ ഒരുപാട് ചേരുന്ന കളേഴ്സുള്ള ഒരുപാട് പാലറ്റ്സ് ഉണ്ട് മാർക്കറ്റിൽ മേടിക്കാൻ. അപ്പോൾ ഇങ്ങനത്തെ കളേഴ്സൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇങ്ങനത്തെ ഒരു പാലറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മൾട്ടിപ്പിൾ ലുക്സ് ചെയ്യാൻ പറ്റും. കാരണം ആവശ്യത്തിന് നമ്മളെ കോംപ്ലിമെൻറ്റ്, സ്കിൻ ടോണ് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ടോൺസാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് ഗോൾഡ് ഉണ്ട്, ബ്രോൺസ് ഉണ്ട്, കോപ്പർ ഉണ്ട്, ആവശ്യത്തിന് സിൽവർ കളർ ഉണ്ട്, പിങ്ക് ഉണ്ട്, പിന്നെ ബ്ലാക്ക് ബ്രൗൺ ഒക്കെ ഉണ്ട്. ഇങ്ങനത്തെ ടോൺസ് നമ്മുടെ ന്യൂട്രൽ ടോൺസ് ആണ്, നമ്മുടെ സ്കിൻ ടോണ് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ്. ഈ ഇങ്ങനത്തെ കളർ ടോൺസുള്ള ഏത് ബ്രാൻഡിലുള്ള ഏത് പാലറ്റും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരുപാടുണ്ട് മാർക്കറ്റിൽ. ഇങ്ങനത്തെ ഒരു പാലറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ലുക്സിന് നിങ്ങളുടെ കിറ്റിൽ നിങ്ങൾക്ക് അത് മാത്രം മതി. ഒരുപാട് പാലറ്റ്സിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഒരു പാലറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. നെക്സ്റ്റ് ഐറ്റം ബ്ലഷ്. എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കിൻ ടോണിൽ നാച്ചുറലായിട്ട് ഫ്ലഷ് ഓഫ് കളർ വരുന്ന ഇത്തിരി കുറവാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും കുറച്ച് ഫ്ലഷ് ഓഫ് കളറിന് എന്തെങ്കിലും വൺ സിംഗിൾ ബ്ലഷ് ടോണെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഞാൻ ജനറലി പറയുക, ഇങ്ങനത്തെ ഒരു പിങ്ക് കളർ അല്ലെങ്കിൽ കുറച്ച് കോറൽ കളർ, അങ്ങനത്തെ എന്തെങ്കിലും കളർ ഉണ്ടെങ്കിൽ ഒരുപാട് സ്കിൻ ടോണിലുള്ള ആൾക്കാർക്ക് ചേരും. നിങ്ങൾ ഒരുപാട് എക്സ്പെൻസീവ് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് സാധാരണ ബ്രാൻഡ്സിൽ തന്നെ ബ്ലഷസ്, നല്ല നല്ല ബ്ലഷസ് കിട്ടും ഈ മാർക്കറ്റിൽ. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരുപാട് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക്
മേടിക്കാം. ഇതുപോലത്തെ ഒക്കെ കളറാണെങ്കിൽ ഒരുപാട് ലുക്സിൻ്റെ കൂടെ പോകും. നമുക്ക് നാച്ചുറലായിട്ട് ഇങ്ങനെ ബ്ലഷ് ഇവിടെ ഇടുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലഷ് ഓഫ് കളർ വരും. ഒരുപാട് ജസ്റ്റ് നമുക്ക് കുറച്ചേ ആവശ്യമുള്ളൂ. അപ്പോൾ ആ ഒരു കളർ മാത്രം യൂസ് ചെയ്താൽ മതി. ഓക്കെ, നൗ നെക്സ്റ്റ് ഐറ്റം നമുക്ക് വേണ്ടതാണ് മസ്കാര. നമ്മൾ ഐലൈനർ വരച്ചില്ലെങ്കിലും നമ്മൾ മസ്കാര ഇടണം. നമുക്ക് ഒരുപാട് ഇതുപോലെ തന്നെ മസ്കാരാസ് ഒരുപാടുണ്ട് മാർക്കറ്റിൽ കിട്ടാൻ. അത് എൻഡ്ലെസ് ആണ്. ഏറ്റവും അഫോർഡബിൾ റേറ്റിലോട്ട് ഒരുപാട് എക്സ്പെൻസീവ് റേറ്റിലുണ്ട്. നിങ്ങൾക്ക് അഫോർഡബിൾ ഒരെണ്ണം മേടിച്ചാൽ മതി. ആ മസ്കാര മേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ ലാഷസിൻ്റെ മുകളിലും താഴെ എഴുതിയാൽ തന്നെ നമ്മുടെ കണ്ണ് തുറന്ന് വിടർന്നിരിക്കുന്ന പോലെ നമുക്കൊരു ലുക്ക് വരും. പെട്ടെന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ ഐലൈനർ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു മസ്കാര ഇട്ടാൽ മാത്രം മതി. ഓക്കെ, സോ നെക്സ്റ്റ് ഐറ്റം നമ്മൾ പറയാൻ പോകുന്നത് ലിപ് ലൈനേഴ്സ്. ലിപ് ലൈനേഴ്സ് ഇടുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു ക്രീമി ബേസ് ആണ്. അപ്പോൾ നമ്മുടെ ലിപ്പിൽ ഓൾറെഡി പിഗ്മെൻറ്റേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ ആ ബേസ് ഇടുമ്പോൾ തന്നെ അത് ശരിക്കും ഒരു ഈവൻ ടോൺ ആവും. അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക് ലാസ്റ്റ് ചെയ്യാനും സഹായിക്കും. നമുക്ക് ബേസിക്കായിട്ടൊരു കിറ്റിലാണെങ്കിൽ ഇതുപോലത്തെ കളേഴ്സൊക്കെയാണ് നമ്മുടെ സ്കിൻ ടോണിന് വളരെയധികം ചേരുന്ന കളേഴ്സ്. ഇതുപോലെ ഒരു പിങ്കി ബ്രൗൺ, ഇതിലേതെങ്കിലും ഒരു കളർ നിങ്ങളുടെ കിറ്റിൽ ഒന്നോ രണ്ടോ പെൻസിൽസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ കിറ്റിലെല്ലായി. കണ്ടോ, ഇതുപോലത്തെ കളേഴ്സ്, ഒരു പിങ്കി ബ്രൗൺ അല്ലെങ്കിൽ ഒരു പ്ലമ്മി കളർ, ഇങ്ങനത്തെ കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് മേക്കപ്പ് ലുക്സിന് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതൊരു പിങ്കി ബ്രൗൺ, ഇതൊരു പ്ലമ്മി കളറാണ്, ഇതൊരു ഡീപ്പ് പേർപ്പിൾ കളറാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ കളേഴ്സ് ഉണ്ടെങ്കിൽ ഒരുപാട് മേക്കപ്പ് ലുക്സിന് നിങ്ങൾക്ക് ഇത് സഹായിക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു, ഇതുപോലത്തെ ലിപ് ലൈനേഴ്സ് ഒന്നോ രണ്ടോ നമ്മുടെ കിറ്റിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് പല ലിപ്സ്റ്റിക്സിൻ്റെ കൂടെ നമുക്ക് ചേരും. അപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പിങ്കി ബ്രൗൺ, ഒരു പ്ലം, ഒരു ഡീപ്പ് പേർപ്പിൾ കളർ, ഇങ്ങനത്തെ കളേഴ്സൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന പിങ്ക് ലിപ്സ്റ്റിക്കിനും ഞാൻ ഇങ്ങനത്തെ കളേഴ്സാണ് യൂസ് ചെയ്തിരുന്നത്. കാരണം നല്ലൊരു ബേസാണ് നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ്. പിങ്ക് ലിപ്സ്റ്റിക്കാണ് ഇട്ടിരിക്കുന്നത്, പക്ഷേ അതിന് ഈ കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേർക്ക് ഒരുപാട് സ്കിൻ ടോണുള്ള ആൾക്കാർക്ക് ചേരുന്ന കളേഴ്സാണ്. സോ ഇതുപോലത്തെ രണ്ടോ മൂന്നോ ലിപ് ലൈനേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ആ മേക്കപ്പ് കിറ്റിൽ നല്ലൊരു സെറ്റ് ആവും. ഓക്കെ, നെക്സ്റ്റ് ഫൈനൽ തിങ്, എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് ലിപ്സ്റ്റിക്സ്. ഒരുപാട് ലിപ്സ്റ്റിക്സ് ഉണ്ട് മാർക്കറ്റിൽ മേടിക്കാൻ. പക്ഷെ ഞാൻ എപ്പോഴും പറയുക, നിങ്ങളുടെ കിറ്റിൽ ഒരു സാധനമാണെങ്കിൽ ഒരു പിങ്ക് ലിപ്സ്റ്റിക്, ഡെഫിനറ്റ്ലി ഒരു പിങ്ക് ലിപ്സ്റ്റിക് മേടിക്കുക. ഇതുപോലത്തെയൊക്കെ കളർ നല്ല കളറാണ്, നമ്മുടെ സ്കിൻ ടോണൊക്കെ ഒരുപാട് ചേരുന്നൊരു കളറാണ് ഇതുപോലത്തെയൊക്കെ കളർ. അപ്പം നമ്മുടെ സ്കിൻ ടോണിൽ ഒരുപാട് പേർക്ക് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ്. രാവിലെ വർക്കിന് പോകണമെങ്കിൽ ഇട്ടുകൊണ്ട് പോകാം. ഒരുപാട് ടീച്ചർമാർക്ക് സ്കൂളുകളിൽ പോകണമെങ്കിലും കോളേജസിൽ പോകുമ്പോൾ ഇടാം. നിങ്ങളുടെ യങ്സ്റ്റേഴ്സിന് കോളേജ് സ്റ്റുഡൻസിന് ഇടാൻ പറ്റും. ജോലിക്ക് പോകുന്നവർക്ക് ഒരുപാട് പേർക്ക് ചേരുന്ന ഒരു കളറാണ്. വളരെ കോംപ്ലിമെൻ്ററി ന്യൂട്രൽ കളറാണ്. ഇങ്ങനത്തെ ഒരു കളറൊക്കെ പിങ്കി കളറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേരാൻ പറ്റും. വളരെ ലൈറ്റ് പിങ്ക്സ് എടുക്കരുത്, അങ്ങനെ നമ്മുടെ സ്കിൻ ടോണ് കോംപ്ലിമെൻറ്റ് ചെയ്യില്ല. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഇതുപോലത്തെ ഒരു കളറാണ്. ഇങ്ങനത്തെ കളേഴ്സാണ് നമ്മുടെ സ്കിൻ ടോണ് കോംപ്ലിമെൻറ്റ് ചെയ്യുള്ളൂ. അതിൻ്റെ കൂടെ അതിൻ്റെ അടിയിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ലിപ് ലൈനേഴ്സ് വെച്ചിട്ട് വേണം ഇടാൻ. എന്നാൽ മാത്രമേ എല്ലാ ലുക്കും കൂടെ പുട്ട് ടുഗെദർ ആവുള്ളൂ. സോ ഇങ്ങനത്തെ ഒരു കളർ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ മേക്കപ്പ് കിറ്റിന് നല്ലൊരു ലിപ്സ്റ്റിക്കായി. പിന്നെ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പിങ്ക് പാലറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഇതുപോലെ ഇത് തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇതുപോലത്തെ കളേഴ്സിൽ ലിപ്സ്റ്റിക്സോ ഇങ്ങനത്തെ ഒരു പാലറ്റോ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ മേക്കപ്പ് കിറ്റിൽ ബേസിക് ന്യൂട്രൽ മേക്കപ്പ് ചെയ്യാനായിട്ടുള്ള കിറ്റായി. ഓക്കെ, സോ ഇതിനകത്ത് ഡാർക്ക് കളേഴ്സ് ഉണ്ട്. ഡാർക്ക് കളേഴ്സ് നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഈ 4 കളേഴ്സ് മുകളിലത്തെ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഇതുപോലത്തെ കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് മേക്കപ്പ് ലുക്സിന്, ഒരുപാട് ഫംഗ്ഷൻസിനായാലും പുറത്ത് ജസ്റ്റ് ഒന്ന് പോകണമെങ്കിലായാലും നിങ്ങൾക്ക് ഒരുപാട് ലുക്സ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ മേക്കപ്പ് കിറ്റ്. ഫസ്റ്റ് ഫൗണ്ടേഷൻ, സെക്കൻഡ് കൺസീലർ, third is a powder, fourth is an eyeliner, fifth is an eyebrow kit, sixth is a palette, eyeshadow palette, seventh is a blush color, eighth is a mascara, ninth is a lip liner, and 10th is a lipstick. So that will become your entire 10 things in a makeup kit. ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഹെൽപ്ഫുൾ ആണെന്ന്. നിങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. At the same time, do collect your products and I will see you very, very, very soon in the next episode. Until then, bye-bye.